2 ദിവസങ്ങളായി ശബരിമലയിൽ നടക്കുന്ന ശുദ്ധിക്രിയകൾ പൂർത്തിയായതോടെ സന്നിധാനം മകരവിളക്കിനൊരുങ്ങി. തന്ത്രി കണ്ഠരര് മഹേശ്വരയുടെ നേതൃത്വത്തിലാണ് പ്രാസാദശുദ്ധി ബിംബശുദ്ധിക്രിയകൾ നടന്നത്. പമ്പാസദ്യയ്ക്കും പമ്പാവിളക്കിനും അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ പമ്പാനദിയുടെ കരയിൽ സദ്യയൊരുക്കി. വൈകിട്ട് നടന്ന പമ്പാവിളക്ക് പമ്പാനദിയെ പ്രഭാപൂരിതമാക്കി. ഇന്നുച്ചയ്ക്ക് 1:14 മകരസംക്രമ പൂജ. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് കടക്കുന്ന ശുഭമുഹൂർത്തമാണിത്. ഈ സമയത്ത് അയ്യപ്പനെ അഭിഷേകം ചെയ്യാനുള്ള നെയ്യ് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നിന്നുള്ള കന്നിസ്വാമി കഴിഞ്ഞ ദിവസം സന്നിധാനത്തെത്തിച്ചു. ദീപാരാധന സമയത്ത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് വൈകിട്ട് 5:30 ശരംകുത്തിയിൽ സ്വീകരണം നൽകും. മകരവിളക്ക് ദർശിക്കാനായി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അയ്യപ്പ ഭക്തർ സന്നിധാനത്തും മറ്റ് ഉയർന്ന പ്രദേശങ്ങളിലും തമ്പടിച്ചിട്ടുണ്ട്. പർണശാലകൾ നിർമ്മിച്ച് അയ്യപ്പ ഭജനയുമായാണ് തീർത്ഥാടകർ കഴിയുന്നത്. കനത്ത പോലീസ് സുരക്ഷയാണ് തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുള്ളത്. പുൽമേട് പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ധാരാളം പോലീസുകാരെ നിയോഗിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലായി 9000 പോലീസുകാരാണ് സേവനത്തിനുള്ളത്. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ഒരുങ്ങിക്കഴിഞ്ഞു. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് സന്നിധാനത്തും ഇടത്താവളങ്ങളിലുമായി ദിവ്യജ്യോതി ദർശനത്തിനായി തമ്പടിച്ചിട്ടുള്ളത്. ദിവ്യജ്യോതി ദർശനത്തിനായി ഇനി കാത്തിരിക്കേണ്ടത് മണിക്കൂറുകൾ മാത്രം. ക്യാമറ പേഴ്സൺ ആനന്ദ് ആലന്തരയ്ക്കൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, സന്നിധാനം.